और तू उन में से है जो नाव को बचाने की कोशिश कर रहे हैं। तू मरेगा चौधरी, तू मरेगा। നമസ്കാരം. പത്താർ ലോക് നമ്മൾ ഈ വെബ് സീരീസിൻ്റെ റിവ്യൂ ഈ ചാനലിൽ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഏറ്റവും മികച്ച ഇന്ത്യൻ വെബ് സീരീസ് എന്നാണ് പത്താർ ലോകിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ സീസൺ 2 റിലീസായിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടെ തന്നെയാണ് ഇത് കാണാൻ ഇരുന്നത്. ഒറ്റ ഇരിപ്പിൽ തന്നെ അല്ലെങ്കിൽ 2-3 ദിവസം എടുത്ത് തന്നെ ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും കണ്ടു തീർത്തു. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയപരമായ ഒരു മീറ്റിംഗ്. അതിൽ രാവിലെ ഒരു റൂം ബോയ് ഹോട്ടലിൽ ചെന്ന് തട്ടി നോക്കുമ്പോൾ നാഗാലാൻഡിൽ നിന്ന് വന്ന പ്രമുഖനായ ഒരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് അങ്ങോട്ട് കഥ ചുരുളഴിയുന്നത്. സീസൺ 1 ചൗധരി എന്ന് പറയുന്ന കഥാപാത്രം ഒരു സാധാ പോലീസുകാരൻ. പുള്ളി തന്നെയാണ് ഇതിലും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സീസൺ 1 പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന രസയുണ്ട്, അൻസാരി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് അൻസാരി. ഇദ്ദേഹം UPSC എഴുതി എന്താണ് ACP ആയിരിക്കുകയാണ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആയിരിക്കുകയാണ്. അപ്പം അൻസാരിക്കാണ് ഈ നാഗാലാൻഡിലെ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ മരണത്തിൻ്റെ കേസ് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അതേസമയം തന്നെ ഈ ചൗധരി ഒരു മാൻ മിസ്സിംഗ് കേസും അന്വേഷിക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ട് എന്ന് എവിടെയോ വെച്ച് തിരിച്ചറിഞ്ഞിട്ട് ഇവരൊരു ടീമാവുകയാണ് അന്വേഷണത്തിൽ. പിന്നീട് അങ്ങോട്ടുള്ള ഒരു യാത്രയാണ്, കേസ് അന്വേഷണമൊക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇതിൽ ഫുള്ള്. സീസൺ 1 നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ക മർഡർ മിസ്റ്ററിയുടെ ഒരു സ്വഭാവമുള്ള ഒരു സീസണാണ്. അതായത് ആരാണ് കൊന്നതെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി എന്നുള്ളതാണ്. പക്ഷെ സീസൺ 1 അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെ ഒരാൾ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു സീക്വൻസ് ആയിരുന്നു സീസൺ 1 ഉണ്ടായിരുന്നത്. അത് വളരെ വ്യത്യസ്തമായിരുന്നു. ഇതിലൊരു നമ്മളൊരു മർഡർ മിസ്റ്ററി കാണുന്ന പോലുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്ലസ് അല്ലെങ്കിൽ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ നാഗാലാൻഡ് എന്ന് പറയുന്ന മനോഹരമായ സംസ്ഥാനം, നമ്മൾ മലയാളികളൊന്നും ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ ഒരു ദൃശ്യഭംഗിയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും മനുഷ്യരും വളരെ മനോഹരമായി ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നാഗാലാൻഡിൽ ഒരു തവണ പോകണം എന്നുള്ളൊരു ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. സീസൺ 1 പോലെ തന്നെ കുറേ ഉപയോഗപരമായ നിമിഷങ്ങൾ ഇതിലുമുണ്ട്. നല്ല കുറേ ഫാമിലി എലമെൻസ് ഉണ്ട്. ചൗധരിയുടെ ഫാമിലിയിലോട്ട് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായി ഒരു പിഞ്ചു ബാലൻ വരുന്നുണ്ട്. അത് ക്ഷണിക്കപ്പെടാത്തതല്ല, പുള്ളി തന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ ആയിട്ടുള്ള ചില സീക്വൻസുകളൊക്കെ വളരെ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ പല കുട്ടികളുമായിട്ടൊക്കെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്. അത് കണ്ടു നനയിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ പോലീസ് ഓഫീസറായിട്ട് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾ തന്നെ ഇതിലും പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിന് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇപ്പം ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഉള്ള ഒരു പൊതു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് നമ്മൾ പറയുന്ന കാര്യമുണ്ട്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു എപ്പിസോഡിൽ ഒരാളെങ്ങനെ മൂത്തവരും ആ കഥാപാത്രത്തിനെ കൊല്ലുന്നു, പിന്നീട് അടുത്ത ഒരു കഥാപാത്രം വരുന്നു, അതായിരിക്കും പ്രാധാന്യം എന്ന് വിചാരിക്കുമ്പോൾ അത് മരണപ്പെടുന്നു. അതുപോലുള്ള ചില ടെക്നിക്കുകൾ ഇതിൽ പറയുന്നുണ്ട്. ഞാനിത് സ്പോയിലർ ഇതാവുന്നില്ല. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഭൂഷണമൊന്നും ഇതിൽ അല്ലെങ്കിൽ വലിയൊരു ഭംഗിയൊന്നും ഇതിന് അത് സമ്മാനിച്ചിട്ടില്ല. ഓക്കെ, നമ്മളെ ഞെട്ടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊരു സുഖമുള്ളൊരു ഞെട്ടലൊന്നും ആയിരുന്നില്ല. അത്തരത്തിലുള്ള ചില അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസും മരണങ്ങളും ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേർഡിക്റ്റിലേക്ക് വരുമ്പം പ്രധാനമായിട്ട് പറയാനുള്ളത് സീസൺ 1 പത്താർ ലോകം, സീസൺ 2 ഓക്കെ, ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് പറയാനുണ്ട്. നെഗറ്റീവ്സിൽ തന്നെ പറയേണ്ട കാര്യമാണ്. ഈ മർഡർ മിസ്റ്ററി റിവീൽഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി, അല്ല ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു അത് വളരെ വളരെ എന്തോ പറയുന്നത് വളരെ കോമൺ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ SN സ്വാമിത്തരം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഗതി, അല്ലെ ജിത്തു ജോസഫിസം എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനങ്ങൾ. കാരണം ഈ വളരെ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ എന്താണ് വീക്കായിട്ടൊക്കെ കാണിച്ചിട്ട് ആ ആളാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ആണ് ഇതിൻ്റെയും മിസ്റ്ററി പാർട്ട് റിവീൽഡ് ആകുന്നത്. അതിൽ വലിയൊരു പ്രസക്തി ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ
എന്നാലും ഇതിൻ്റെ ഒരു ഫുൾ സ്വഭാവം ഞാൻ പറഞ്ഞ പോലെ സീസൺ 1 നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ വേർഡിച്ച് പറയുകയാണെങ്കിൽ സീസൺ 1 തട്ടിച്ച് നോക്കുമ്പോൾ സീസൺ 2 പോരാ. സീസൺ 1 തട്ടിച്ച് നോക്കുമ്പോൾ സീസൺ 2 പോരാ. പക്ഷേ ഒരു നോർമൽ വെബ് സീരീസ് പുതുതായിട്ട് വന്നെങ്കിൽ വീട്ടിലിരുന്ന് വലിയ ബോറടിയൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് കണ്ടു തീർക്കാം ഒരു വെബ് സീരീസ് തന്നെയാണ്. അടുത്ത സീസൺ വരുമ്പോഴെങ്കിലും മിർസാപൂർ സീസൺ 3 സംഭവിച്ച പോലുള്ള ഒരു അബദ്ധം ഇതിൻ്റെ ആൾക്കാർ വളരെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് കരുതുന്നു. സീസൺ 3 വരികയാണെങ്കിൽ സീസൺ 1 നിൽക്കുന്ന ലെവലിലായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. താങ്ക് യു.